എനിക്കൊന്നും കേൾക്കണ്ട. എനിക്ക് കിട്ടാനുള്ള സ്വർണ്ണം ഇപ്പൊ തന്നെ കിട്ടണം. എടുത്തു തരാ, എനിക്ക് കുറച്ച് സമയം കൂടി താ. എപ്പോ? ഞാൻ ചത്തിട്ടോ? നിങ്ങൾ എന്റേത് വാങ്ങിച്ചുകൊണ്ടത് 1 മാസം കഴിഞ്ഞിട്ട് കൊണ്ടുവരാന്നല്ലേ? ഇപ്പൊ 6 മാസമായി. ഇനി നിങ്ങൾക്ക് സമയം തരാൻ പറ്റില്ല. നിനക്ക് എന്റെ കാര്യങ്ങളൊക്കെ അറിയണല്ലേ? നിങ്ങൾ ചെയ്ത ബിസിനസ് ഒക്കെ പൊട്ടിയത് ഞാൻ കാരണ അല്ലല്ലോ. അപ്പൊ ഇതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. ഈ സമയത്ത് നീ എന്നെ എങ്ങനെയൊന്നും പറയല്ലേ, ഞാൻ ആകെ തകർന്നിരിക്കുക. തകർന്നെങ്കിലേ കണക്കായി പോയി. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അറിയാത്ത പണിക്ക് നിൽക്കരുത് എന്നുള്ള കാര്യം. ഇപ്പൊ എന്തായി? എന്റെ കയ്യിലുള്ള സ്വർണം പോയി, ബാങ്കിൽ ഉണ്ടായിരുന്ന പൈസയും പോയി. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. 1 മാസം ഞാൻ നിങ്ങൾക്ക് സമയം തരും. അതിന്റെ ഉള്ളിൽ എന്റെ സ്വർണം എനിക്ക് എടുത്താന്നില്ലെങ്കിൽ അതെങ്ങനെ വാങ്ങണം എന്നുള്ള കാര്യം എനിക്കറിയാം. ഹലോ, എന്താ വിളിക്കാൻ വൈകിയത്? അവര് എത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു? ഇന്നെന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അത് പിന്നെ എന്നുള്ളതല്ലേ. ഇന്നിപ്പോ സ്വർണത്തിന്റെ കാര്യത്തിലായിരുന്നു പ്രശ്നം. ഞാൻ അന്നേ നിന്നോട് പറഞ്ഞതല്ലേ ഇതൊന്ന് കിട്ടാൻ പോലെന്ന്. ഈ പൊളിഞ്ഞ് പാപ്പരായി നിൽക്കുന്ന ആളുടെ എവിടുന്ന് കിട്ടാനാ? ഞാനൊരു മാസത്തിന്റെ ഉള്ളിൽ എടുത്തരണെന്ന് പറഞ്ഞിട്ടുണ്ട്. കിട്ടി തന്നെ. അതൊക്കെ പോട്ടെ, നീ എപ്പോഴാ എൻ്റെ കൂടെ ഇറങ്ങി വരുന്നത്? നിന്നെ കാത്തിരുന്നിട്ട് എൻ്റെ ജീവിതം പോകുന്ന എൻ്റെ പേടി. പേടി വേണ്ട. അതിന് വേണ്ടിയിട്ടാണല്ലോ ഞാൻ ഓരോ ദിവസം ഓരോ പ്രശ്നം ഉണ്ടാക്കുന്നത്. നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് ക്ഷമിക്കേ. ആ സ്വർണത്തിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാവട്ടെ. ഞാൻ നല്ല ആലോചിക്കണതേ, നിന്നെപ്പോലൊരു സുന്ദരി കോതരെ എങ്ങനെ ആ കോന്തന് കിട്ടിയത്? അതെന്റെ ഗതികേട്. സ്വർണം മുതലൊന്നും വേണ്ട പറഞ്ഞപ്പോ വീട്ടുകാരെല്ലാം കൂടി വീണു. ഇനി എനിക്കെന്ത് ചെയ്യാൻ പറ്റുമോ? നീ വിഷമിക്കണ്ട. ഇനിയിപ്പൊ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാം. അതുപോലെ നിനക്ക് നീ എന്താണ് രാവിലെ തന്നെ? എടാ, നിനക്ക് എവിടുന്നെങ്കിലും 2 ലക്ഷം റുപ്യ അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുമോ? നിനക്ക് എന്താ ഇപ്പം 2 ലക്ഷത്തിൻ്റെ ആവശ്യം? നിനക്കറിയാലോ, അവളുടെ സ്വർണം വെച്ചിട്ടാണ് ഞാൻ ബിസിനസ്സിൽ ഇറങ്ങിയത്. ഇനിയിപ്പോൾ അതൊരു മാസത്തിനുള്ളിൽ എടുത്തു കൊടുത്തില്ലെങ്കിൽ അവൾ ആകെ പ്രശ്നം ഉണ്ടാക്കും. എന്താ അങ്ങനെ? നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അവൾക്ക് അറിയണമല്ലേ, എന്നിട്ട് അവൾ പ്രശ്നം ഉണ്ടാക്കുക? അവളിപ്പോൾ പഴയ പോലെ ഒന്നല്ലടാ, അവൾ ആകെ മാറി. വീട്ടിലെന്നും പ്രശ്നമാണ്. ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവൾ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. എനിക്കിപ്പോൾ ജീവിക്കണമെന്നില്ലടാ. പിന്നെ കുട്ടിയുടെ കാര്യം ആലോചിച്ചിട്ടാ പിന്നെ സഹിച്ച് നിൽക്കുന്നത്. എടാ, നീ അവളുടെ കുടുംബത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തു കൊടുത്തു? അതൊക്കെ ഇപ്പോൾ അവൾ മറന്നോ? ഞാൻ അവളുടെ മറന്നു കാണട്ടെ? അതൊന്നും വേണ്ടടാ. നീ എങ്ങനെയെങ്കിലും ആ പൈസ അറേഞ്ച് ചെയ്ത് തന്നാടാ. ഞാനിത് എങ്ങനെയെങ്കിലും ഒന്ന് എടുത്തു കൊടുക്കട്ടെ. പെട്ടെന്ന് ഈ 2 ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എന്തായാലും നോക്കട്ടെ. ഹലോ, നീ അവൻ്റെ അടുത്ത് സ്വർണ്ണം എടുത്തായിരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അപ്പത്തിന് ന്യൂസ് അവിടെ എത്തിയോ? നീ ഞാൻ ചോദിച്ചതിന് മറുപടി പറയേ. ഞാൻ ചോദിച്ചു. അതിനിപ്പോൾ നിങ്ങൾക്ക് എന്താ? നീ എൻ്റെ വയറ്റിൽ തന്നെ ആണോടി പറഞ്ഞത്? അവനാകെ ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയമല്ലേ ഇപ്പോൾ? നിനക്ക് അപ്പം തന്നെ വേണം നിൻ്റെ സ്വർണം. ഞാൻ ഒത്തിരി മോശം തന്നെയാണ്. അവനാൻ്റെ മുതൽ പോകുമ്പോഴാണ് അവർക്ക് വിഷമം ഉണ്ടാവുള്ളൂ. ഒരു മനുഷ്യനെ നല്ല സമയവും മോശ സമയമൊക്കെ ഉണ്ടാവും. അതൊക്കെ കണ്ടറിഞ്ഞ് അതിനനുസരിച്ച് സപ്പോർട്ട് ചെയ്ത് നിൽക്കണം. അങ്ങനെയുള്ളവളാണ് ഭാര്യ. അല്ലാണ്ട് നിന്നെ പോലെ എൻ്റെ 40 പവനാണ് അയാൾ കൊണ്ടുപോയി കളഞ്ഞത്. നിർത്തടി. നിനക്ക് എപ്പോഴതൊക്കെ ഉണ്ടായി? നമുക്കേ ഒരു ഗതിയും പരഗതി ഇല്ലാത്ത സമയം ഉണ്ടായിരുന്നു. മറന്ന നീയേ? അപ്പോഴൊക്കെ നീ കുടുംബത്തിനെ താങ്ങി നിർത്തിയത് അവനാണ്. നിനക്ക് ഓർമ്മ ഉണ്ടോയെന്നറിയില്ല. നിന്റെ താഴെയുള്ളതിനൊക്കെ കല്യാണം കഴിപ്പിച്ചു കൊടുത്ത അവനാണ്. അതൊക്കെ നീയും മറന്നിട്ടുണ്ടാവും. പക്ഷെ എനിക്കും മറക്കാൻ പറ്റില്ല. മതി നിങ്ങൾ പഴംപുരാണം പറഞ്ഞത്. എനിക്കിവിടെ 100 കൂട്ടം പണികളുണ്ട്. നിങ്ങൾ വെച്ചിട്ട് പോകാൻ നോക്ക്. ഇവിളി ഫോണ് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് എവിടെ പോയി കിടക്കുക? എവിടെയായിരുന്നു നീ ഇത്ര നേരം? എവിടേക്കെങ്കിലും ഒന്ന് പോകുമ്പോൾ പറഞ്ഞിട്ട് പോയിക്കൂടെ? മനുഷ്യൻ ഇത്ര നേരം കൊണ്ട് തീ തിന്നു. പറയാൻ എനിക്ക് സൗകര്യമില്ല. നിങ്ങൾ കൊണ്ട് കേസ് കൊടുക്ക്. എന്റെ സ്വർണ്ണം എടുത്തിട്ട് നിങ്ങൾക്ക് തരാൻ പറ്റിയിട്ടില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവകാശവും ഇല്ല. നീ വലിയ വർത്താനൊന്നും പറഞ്ഞിട്ട് പോണ്ട. ഏറി കൂടി 2 ആഴ്ച, അതിനുള്ളിൽ നിന്റെ സ്വർണ്ണം ഞാൻ എടുത്തു തരും.
പിന്നെ നിന്റെ ഈ അഹങ്കാരം എനിക്ക് കാണണ്ടല്ലോ. ആ എന്നാ നിങ്ങൾ അതാദ്യം ചെയ്ത് കാണിക്ക്, എന്നിട്ട് പിന്നെ സംസാരിക്കാം നമുക്ക്. ഹലോ. ഹലോ. ഞാനൊരു അർജന്റ് കാര്യം പറയാൻ വേണ്ടി വിളിച്ചായിരുന്നു. എന്താണ്? എനിക്കിതൊരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഞാൻ ഇറങ്ങി വന്ന് നിങ്ങൾ എന്നെ കൊണ്ടുപോകുമോ? ഇതെന്താ പെട്ടെന്ന്? ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ കേട്ട് നിന്ന ആൾ ഇപ്പം എന്നെ എതിർത്ത് സംസാരിക്കാൻ തുടങ്ങി. അത് മാത്രമല്ല, അയാൾക്ക് നമ്മളെക്കുറിച്ച് എന്തൊക്കെ ഡൗട്ട് ഉണ്ട് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നീ ഒരു നിമിഷം പോലും അവിടെ നിൽക്കണ്ട. ഞാൻ എന്തായാലും ഇന്ന് രാത്രി വണ്ടിയായിട്ട് വരാം. നീ റെഡി ആയിട്ട് നിന്നു. ഓക്കെ, എന്നാൽ ശരി. എനിക്കിനി നിങ്ങളുടെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല. ഞാൻ ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ഞാൻ പോകുന്നു. എന്നെ ഇനി ആരും അന്വേഷിക്കേണ്ട. എനിക്കൊരു തെറ്റ് പറ്റി, എന്നോട് ക്ഷമിക്കണം. ഞാൻ ചെയ്തതിനെല്ലാം എനിക്ക് ശിക്ഷ കിട്ടി. എനിക്കിനി പോവാൻ ഒരിടമില്ല. ഞാൻ ചെയ്തതെല്ലാം പുറത്ത് എന്നെ നിങ്ങൾ സ്വീകരിക്കണം.